നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കോൺഗ്രസ് എന്നും ചേരിപ്പോരിൽ വലയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇപ്പോൾ KPCCയിലെ വനിതാ പോരാണ് രംഗത്ത് വരുന്നത്. നേരത്തെ പുരുഷന്മാർ തമ്മിലായിരുന്നു അധികാരത്തിന് വേണ്ടി പോരടിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പ്രഗത്ഭരായ രണ്ട് വനിതകൾ പരസ്പരം പോരടിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഷമാ മുഹമ്മദും ദീപ്തി മേരി വർഗീസും തമ്മിലാണ് അംഗം കുറിച്ചിരിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഷമാ മുഹമ്മദിനെ പുറത്താക്കിയിരിക്കുകയാണ് ദീപ്തി മേരി വർഗീസ്. കേരളത്തിലെ കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ തമ്മിലടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. AICC വക്താവ് ഷമാ മുഹമ്മദും KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും തമ്മിലാണ് അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുന്നത്. KPCC മാധ്യമ വിഭാഗത്തിന്റെ ചുമതല ദീപ്തി മേരി വർഗീസിനാണ്. ഇതിനായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ദീപ്തി രൂപീകരിച്ചിട്ടുണ്ട്. പ്രധാന നേതാക്കളും കോൺഗ്രസുമായി ബന്ധമുള്ളവരും എല്ലാം തന്നെ ഈ ഗ്രൂപ്പിലുണ്ട്. ചാനൽ ചർച്ചകൾ എന്ത് നിലപാടെടുക്കണം, സർക്കാരിനെതിരായി ഉന്നയിക്കേണ്ട വിമർശനങ്ങൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് എന്നൊക്കെയാണ്, ഏതൊക്കെ ചാനലിൽ പങ്കെടുക്കണം തുടങ്ങിയ വിവരങ്ങളാണ് ഈ ഗ്രൂപ്പിൽ പങ്കുവച്ചിരുന്നത്. ദീപ്തിയെ കൂടാതെ KPCC ഓഫീസിലെ 2 ജീവനക്കാരായിരുന്നു ഇതിന്റെ അഡ്മിൻമാർ. ഈ ഗ്രൂപ്പിൽ നിന്നാണ് ഇപ്പോൾ ഷമയെ പുറത്താക്കിയത്. ഈ മാസം 16-നാണ് ഷമയെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയത്. എന്നാൽ ഗ്രൂപ്പിൽ നിന്ന് യാതൊരു കാരണവുമില്ലാതെ ഒഴിവാക്കുകയുണ്ടായതെന്നാണ് ഷമാ മുഹമ്മദ് പറയുന്നത്. കാരണം എന്താണെന്ന് തനിക്കറിയില്ല എന്നും മലയാളം ചാനൽ ചർച്ചകളിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നു എന്നും അവർ പറയുന്നു. 3.5 മാസമായി ഇത്തരത്തിൽ ഒഴിവാക്കുകയാണെന്നാണ് ഷമയുടെ ആരോപണം. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നും പറയുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി തനിക്കൊരു പ്രശ്നമില്ലെന്നും തന്നെ ഒതുക്കാനുള്ള ശ്രമം ദീപ്തി നടത്തുന്നുണ്ട് എന്നുമാണ് ഷമയുടെ ആരോപണം. എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയത് വിവാദമാക്കേണ്ട കാര്യമില്ല എന്ന് ദീപ്തിയും പറയുന്നു. KPCC ഔദ്യോഗികമായി രൂപം നൽകിയ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നല്ല ഷമയെ ഒഴിവാക്കിയത് എന്ന ഭാഗമാണ് വിശദീകരണമായി ഇപ്പോൾ ദീപ്തി മുന്നോട്ട് വെക്കുന്നതും. താൻ വ്യക്തിപരമായി ഉണ്ടാക്കിയ ഗ്രൂപ്പാണെന്നും KPCC മാധ്യമ വിഭാഗത്തിന്റെ ചുമതല ലഭിച്ചപ്പോൾ സ്വന്തം നിലയിൽ രൂപീകരിച്ചതാണെന്നും ചാനൽ ചർച്ചയുടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്നും ഷമ AICC വക്താവാണെന്നും അതുകൊണ്ട് കേരളത്തിലെ ചാനലുകളിൽ ദേശീയ വിഷയങ്ങൾ നടത്തുന്ന ചർച്ചകളിൽ മാത്രമേ ക്ഷമ പങ്കെടുക്കേണ്ടതുള്ളൂ എന്നുമൊക്കെയാണ് ദീപ്തിയുടെ വാദം. അതിനാലാണ് കേരളത്തിലെ വാർത്തകളുടെ മാത്രം ചർച്ചകൾക്കായി രൂപീകരിച്ച ഗ്രൂപ്പിൽ നിന്ന് ക്ഷമയെ ഒഴിവാക്കിയത് എന്നാണ് ദീപ്തി പറയുന്നത്. ചാനൽ ചർച്ചകൾ പങ്കെടുപ്പിക്കാത്തതിൽ ക്ഷമ എതിർപ്പ് ഉന്നയിക്കുന്നുമുണ്ട്. കേരളത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രമം എന്ന വിമർശനവും ഉയർത്തുന്നു. ഇതിലെ പ്രതികാര നടപടിയാണ് ദീപ്തിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന ആരോപണവും ഉയരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യവും ക്ഷമ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിന് സ്വീകാര്യത ലഭിച്ചുമില്ല. ആരാണ് ക്ഷമ എന്ന KPCC പ്രസിഡന്റ് K സുധാകരന്റെ പ്രതികരണം ഏറെ വിവാദങ്ങളാണ് അന്നുണ്ടാക്കിയത്. ഇതിൽ ക്ഷമ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകൾക്ക് പരിഗണന നൽകിയില്ല എന്ന വിമർശനവും ഉന്നയിച്ചു. ഇതോടെയാണ് ക്ഷമയെ ഒതുക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത്. ഇപ്പോഴത്തെ ഈ നടപടികളെല്ലാം ഇതിന്റെ ഭാഗമായാണോ എന്ന ആരോപണവും തന്നെ ഉയരുന്നുണ്ട്. ഏതായാലും KPCCയുടെ അറിവോടുകൂടി തന്നെയായിരിക്കണം ഒരുപക്ഷെ ദീപ്തി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്ന ആരോപണവും ഉയരുന്നുണ്ട്.